എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോടു കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ? ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. വറുക്കാത്ത അരിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും കൂടി ചേർക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 4 പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. 1 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ മിക്സിയിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇതേ രീതിയിലായിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 പിഞ്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇനി തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർക്കാനുണ്ട്. രണ്ടും നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. തേങ്ങാക്കൊത്ത് 1/4 കപ്പാണ് ചേർക്കുന്നത്. എള്ള് 1 ടേബിൾ സ്പൂണാണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം. സ്റ്റൗവിൽ ഉണ്ണിയപ്പ ചട്ടി വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരുപാടങ്ങ് കുറച്ച് വെക്കണ്ട. ഇതേപോലെ തിരിച്ചും മറിച്ച് വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.